ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷാരീസ് ചേസ് കാസിൽ. എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങളും ഇവിടെ ഈശ്വരൻ്റെ അനുഗ്രഹം കൊണ്ട് സുഖമായിട്ടിരിക്കുന്നു. പൂന്തക്കാരുടെ സ്വന്തം പൂർണ്ണത്രയീശൻ്റെ ഉത്സവമാണ് കൊടിയേറിയിരിക്കുന്നത്. അപ്പോൾ ഉത്സവത്തിൻ്റെ വിശേഷങ്ങളും അമ്പലത്തിൻ്റെ വിശേഷങ്ങളും ചരിത്രമൊക്കെ പറയാമെന്ന് വിചാരിച്ചു ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്. അപ്പോൾ നമ്മുടെ ഈ പൂർണ്ണത്രയീശ ക്ഷേത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് രാജകുടുംബക്കാരായിട്ട് പണിത ഒരു ക്ഷേത്രമാണ്. അപ്പോൾ കിങ്ഡം ഓഫ് കൊച്ചിൻ പണിത 8 റോയൽ അമ്പലങ്ങളിൽ ഒന്നാണ് പൂർണ്ണത്രയീശ ക്ഷേത്രം. അതുപോലെ ഇവിടുത്തെ പ്രതിഷ്ഠ എന്ന് പറയുന്നത് നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ തന്നെ ഇതുപോലെ ഈ ഒരു പ്രതിഷ്ഠ മാത്രമേ കാണാൻ പറ്റുള്ളൂ എന്നാണ് പറയപ്പെടുന്നത്. അതായത് ഇവിടുത്തെ പ്രതിഷ്ഠ എന്ന് പറയുന്നത് അനന്തൻ എന്ന് പറയുന്ന 5 തലയുള്ള നാഗം ചുറ്റി വന്നിട്ട് ആ നാഗത്തിലിരിക്കുന്ന പോലെയാണ് മഹാവിഷ്ണുവിൻ്റെ ഇവിടുത്തെ പ്രതിഷ്ഠ. സാധാരണ എല്ലായിടത്തും മഹാവിഷ്ണു ഭഗവാൻ കിടക്കുന്ന പോലെയാണല്ലോ, അനന്തശയനം. പക്ഷേ ഇവിടെ ഇരിക്കുകയാണ്. അതുപോലെ ഇവിടെ മഹാവിഷ്ണുവിൻ്റെ സന്താനഗോപാലമൂർത്തി എന്ന് പറയുന്ന ഒരു രൂപമാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. പ്രതിഷ്ഠയെക്കുറിച്ച് പറയാനുള്ള മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹാഭാരതത്തിൽ അർജുനന് സാക്ഷാൽ മഹാവിഷ്ണു ഭഗവാൻ തന്നെ കൊടുത്ത ഒരു വിഗ്രഹമാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. സന്താനഗോപാലമൂർത്തിയുടെ ഈ രൂപം ഇവിടെ പ്രതിഷ്ഠിക്കുന്നതിന് മുമ്പ് ആദ്യം ഈ വിഗ്രഹം പ്രതിഷ്ഠിച്ചിരുന്നത് ഇപ്പോഴത്തെ അമ്പലത്തിൽ നിന്നും 1/2 കിലോമീറ്റർ പടിഞ്ഞാറ് മാറിയിട്ടുള്ള പൂണിത്തുറ കൊട്ടാരത്തിലായിരുന്നു ആദ്യം. പിന്നെ അമ്പലത്തിനെക്കുറിച്ച് പറയാനുള്ള മറ്റൊരു വിശ്വാസം അല്ലെങ്കിൽ ഐതിഹ്യം എന്ന് പറയുന്നത്, വിശ്വാസം എന്ന് വേണമെങ്കിൽ പറയാം, അതായത് പൂർണ്ണത്രയീശ ഭഗവാൻ, അതായത് മഹാവിഷ്ണു ഭഗവാൻ ചോറ്റാനിക്കര ഭഗവതിയുടെയും പിഷാരിക്കോവിലുള്ള ഭഗവതിയുടെയും മൂത്ത ജ്യേഷ്ഠനായിട്ടാണ് കരുതപ്പെടുന്നത്. വർഷം 1920, അതായത് മലയാളത്തിലെ കൊല്ലവർഷം 1096 ആണ്ടിൽ ഈ അമ്പലം പൂർണ്ണമായിട്ട് കത്തി നശിച്ചായിരുന്നു. ആക്സിഡൻ്റലായിട്ടുള്ളൊരു ഫയർ കാരണം, എങ്ങനെയോ സംഭവിച്ചൊരു തീപിടുത്തം കാരണം അമ്പലം മുഴുവനായിട്ട് കത്തി നശിച്ചായിരുന്നു. പക്ഷെ അതിലും അമ്പലത്തിൻ്റെ പടിഞ്ഞാറേ ഗോപുരം മാത്രം എങ്ങനെയോ അത്ഭുതകരമായിട്ട് തീയിൽ നിന്ന് രക്ഷപ്പെട്ടു. ബാക്കി അമ്പലം പൂർണ്ണമായിട്ട് തന്നെ കത്തി നശിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അന്നത്തെ തീപിടുത്തത്തിൽ ഈ പടിഞ്ഞാറേ ഗോപുരം മാത്രം ഒന്നും സംഭവിക്കാതെ അങ്ങ് നിന്നപ്പോഴത്തേക്കും എല്ലാവരുടെ ഒരു വിശ്വാസമാണ്, അതായത് എന്തൊരു മാജിക്കൽ ഫോഴ്സ് അല്ലെങ്കിൽ ഒരു ഡിവൈൻ പവറാണ് ആ ഗോപുരം പണിതത്. അതുകൊണ്ടാണ് ആ പടിഞ്ഞാറേ ഗോപുരത്തിന് മാത്രം ഒന്നും സംഭവിക്കാതിരുന്നത്. പിന്നീട് അന്നത്തെ രാജാവ് ആ ക്ഷേത്രം മുഴുവനായിട്ട് വീണ്ടും പണിതുയർത്തുമായിരുന്നു. അന്നുണ്ടായത് മാസീവായിട്ടുള്ളൊരു ഫയർ ആക്സിഡൻറ്റ് തന്നെയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അന്നത്തെ ആ തീപിടുത്തത്തിൽ നിന്നും വിഗ്രഹത്തെ രക്ഷിക്കാനായിട്ട് അന്ന് നാട്ടുകാരൊക്കെ കൂടി, അതിൽ അമ്പലത്തിൻ്റെ ഭാരവാഹികളായിരിക്കാം, അവർ വലിയ ഒരു ഓടിൻ്റെ പാത്രം വെച്ച് വിഗ്രഹം മൂടി വെച്ചു. അങ്ങനെയാണ് ആ വിഗ്രഹം രക്ഷിച്ചത്, വിഗ്രഹം സേവ് ചെയ്തത്. അപ്പോൾ അന്ന് പണ്ടുണ്ടായിരുന്ന അതേ വിഗ്രഹം തന്നെയാണ് ഇപ്പോഴും അമ്പലത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ഇന്ന് നമ്മൾ കാണുന്ന അമ്പലവും അമ്പലത്തിൻ്റെ ചുറ്റുമതിലും ഗോപുരങ്ങളും എല്ലാം പണ്ട് എങ്ങനെയാണോ ഉണ്ടായിരുന്നത് അതുപോലെ തന്നെയാണ് അന്നത്തെ രാജാവ് വീണ്ടും പണി കഴിപ്പിച്ചത്. അതായത് ഓൾമോസ്റ്റ് എക്സാക്റ്റ് റെപ്ലിക്ക തന്നെയാണ് വീണ്ടും പണിതുയർത്തിയത്. അപ്പോൾ അന്ന് നടന്ന തീ അപകടത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഇന്നും തൃപ്പൂണിത്തുറ അമ്പലത്തിൽ അമ്പലങ്കത്തി ഉത്സവം എന്ന് പറഞ്ഞ ഉത്സവം ആഘോഷിക്കുന്നത്. പൂർണ്ണത്രയീശ ഭഗവാന്റെ 8 ദിവസം നീണ്ടു നിൽക്കുന്ന വൃശ്ചികോത്സവത്തിന് 15 ആനകളും 100ഓളം വരുന്ന വാദ്യക്കാരുമാണ് ഉണ്ടാവുന്നത്. ആ വാദ്യക്കാരുടെ ഒരു മെയിൻ അല്ലെങ്കിൽ ഹെഡ് എന്ന് പറയുന്നത് പെരുവനം കുട്ടന്മാരാരുടെ ഒരു സംഘമാണ് ഉണ്ടാവാറുള്ളത്. പെരുവനം കുട്ടന്മാരാരെക്കുറിച്ച് പറയാനാണെങ്കിൽ അദ്ദേഹത്തിന് 2011 പത്മശ്രീ അവാർഡും 2010 കേരള സാഹിത്യ അക്കാദമി ഫെലോഷിപ്പും 2012 പല്ലാവൂർ പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട്. ഉത്സവത്തിന് മേളം, അത് എഴുന്നള്ളിപ്പിൻ്റെ സമയത്തുള്ള മേളം എന്ന് പറയുന്നത് ആനക്കുട്ടിൽ നിന്ന് തുടങ്ങിയിട്ട് ഭഗവാന്റെ മുമ്പിൽ നടപ്പുര മേളത്തിലാണ് അവസാനിക്കുന്നത്. അതായത് പഞ്ചാരി മേളത്തിൽ തുടങ്ങിയിട്ട് നടപ്പുര മേളത്തിലാണ് അവസാനിക്കുന്നത്. ഭഗവാന്റെ ശീവേലി വിളക്കിന് സമയത്തും തൃക്കേട്ടപ്പുറപ്പാടിൻ്റെ സമയത്തും 15 ആനകളോട് കൂടിയ എഴുന്നള്ളിപ്പാണ് കഴിഞ്ഞ 200 വർഷമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്കറിയാവുന്ന ഇൻഫർമേഷൻസ്. എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് എല്ലാവർക്കും പാസ് ഓൺ ചെയ്തു എന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തിരുത്തലുകളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതലായിട്ട് അറിയാമെങ്കിൽ എന്നോട് പറയാം, കമൻറ്റ് ബോക്സിലിടാം. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ള വിശേഷങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ടേക്ക് കെയർ ആൻഡ് ബൈ.